നമസ്കാരം. I+ Friend സൊല്യൂഷന്റെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ എന്താണ് പുതിയതായിട്ടൊരു മിനറൽ മെറ്റാബോളിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിൽ നമുക്ക് ഒരുപാട് മിനറൽസ്, അതിൻ്റെത് ബയോ കെമിക്കൽ ഫങ്ഷൻസ്, അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡിസീസുകളെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഈ മിനറൽ മെറ്റാബോളിസത്തിൽ ഒരുപാട്, അതായത് ഓരോ മിനറൽസിനെ പറ്റി നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാനുണ്ട്. The mineral inorganic elements constitute only a small portion of the body weight. There is a wide variation in their body content. For instance, calcium constitutes about 2% of the body weight, while cobalt about 0.04%. എന്താണ് മിനറൽസ് നമ്മുടെ ബോഡിയിൽ എന്തുണ്ട്? മിനറൽസ് ഉണ്ട്. ആ മിനറൽസ് എല്ലാം എന്താണ്? ഇനോർഗാനിക് എലമെന്റ്സ് ആണ്. അതായത് ഇനോർഗാനിക് എന്ന് പറഞ്ഞാൽ അവരെന്താണ്? കാർബൺ ബേസ്ഡ് കോമ്പൗണ്ട് അല്ല, അത് ഏതെങ്കിലും ഒരു അയോണിക് ഫോമിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പിൾ എലമെന്റ് ഫോമിനോത്തോ ആയിരിക്കും ഈ പറയുന്ന മിനറൽസ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഈ മിനറൽസ് നമുക്ക് എന്താണ്, നമ്മുടെ ലൈഫിന് അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ് മിനറൽസ് എന്ന് പറയുന്നതെങ്കിലും അത് നമ്മുടെ ബോഡി വെയിറ്റിലാകെ ചെറിയൊരു സ്മോൾ പ്രൊപ്പോർഷൻ മാത്രമേ ഉള്ളൂ. ആ സ്മോൾ പ്രൊപ്പോർഷൻ ഉള്ളെങ്കിൽ പോലും അതിനെന്തുണ്ട്, നമ്മുടെ ലൈഫിൽ അത്രയും ക്രൂഷ്യൽ ആണെന്നാ പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത് കാൽഷ്യം. എന്താണ് കാൽഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി വെയിറ്റിലെ 2% മാത്രം, അതായത് ഏറ്റവും മോസ്റ്റ് അബണ്ടന്റ് ആയിട്ട് ഹ്യൂമൻസിനകത്ത് ഏറ്റവും മോസ്റ്റ് അബണ്ടന്റ് ആയിട്ട് കാണുന്ന മിനറൽ ആണ് കാൽഷ്യം എന്ന് പറയുന്നത്. ആ കാൽഷ്യം തന്നെ നമ്മുടെ ശരീരത്തിൽ എത്ര ശതമാനം മാത്രമേ ഉള്ളൂ? 2% മാത്രമേ ഉള്ളൂ. ഇനി അതേപോലെയുള്ള കൊബാൾട്ട് അടുത്തൊരു മിനറൽ ആണ്. ഇത് എത്രത്തോളം ഉണ്ട്? 0.0004%. അതായത് അത്രയും ട്രേസ് എമൗണ്ടിൽ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ള കൊബാൾട്ടിനെ നമ്മൾ കാണുന്നുള്ളൂ. ഇനി ഈ മിനറൽസിന് ഒരു ജനറൽ ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. മിനറൽസ് പെർഫോം സെവറൽ വൈറ്റൽ ഫങ്ഷൻസ് which are absolutely essential for the very existence of the organism. These include calcification of bone, blood coagulation, neuromuscular irritability, acid-base equilibrium, fluid balance and osmotic regulation. ജനറൽ ഫംഗ്ഷൻ നമുക്ക് പറയുകയാണെങ്കിൽ അതായത് സ്ട്രക്ചറൽ ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഈ പറയുന്ന ബോണിന്റെ കാൽസിഫിക്കേഷൻ, കാൽഷ്യമും ഫോസ്ഫേറ്റ് പോലുള്ള മിനറൽസ് ആണ് നമ്മുടെ ബോണിന് അതിൻ്റെതായ കട്ടിയും അതേപോലെ തന്നെ അതിനുള്ള സ്ട്രെങ്ത്തും റിജിഡിറ്റിയും കിട്ടുന്നതിന് കാരണം. ഇനി ഫിസിയോളജിക്കൽ ആയിട്ട് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതിൽ പറയുന്നതാണ് ബ്ലഡ് കൊയാഗുലേഷൻ. നമുക്കറിയാം സർക്കുലേറ്ററി സിസ്റ്റംസ് അറിയാമെങ്കിൽ അറിയാം കാൽഷ്യം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലഡ് കൊയാഗുലേഷൻ പാത്വേസിൽ കാൽഷ്യം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലോട്ടിംഗ് ഫാക്ടർ ആണ്. ഇനി അതേപോലെ തന്നെ ന്യൂറോമസ്കുലാർ ഇറിറ്റബിലിറ്റി, അതായത് മിനറൽസ് കാൽഷ്യം, പൊട്ടാസ്യം, സോഡിയം പോലുള്ളവരാണ് നെർവ് ഇമ്പൾസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, മസിൽ കോൺട്രാക്ഷൻസിനെ എല്ലാം അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫോർമേഷനിൽ നടത്തുന്നത്. ആസിഡ് ബേസ് ഇക്വിലിബ്രിയം ഉണ്ട്. അതായത് ബൈകാർബണേറ്റുകൾ, ഫോസ്ഫേറ്റുകൾ എല്ലാം പോലെയുള്ളവയാണ് നമ്മുടെ ബ്ലഡിന്റെ pH കറക്റ്റ് അറൌണ്ട് ഒരു 7.4 ആയിട്ടുള്ള pH മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത്. ഇനി അതേപോലെ തന്നെ ഫ്ലൂയിഡ് ബാലൻസ് ആൻഡ് ഓസ്മോട്ടിക് റെഗുലേഷൻസ് ഉണ്ട്. സോഡിയം, പൊട്ടാസ്യം ക്ലോറൈഡ് പോലുള്ളവരാണ് നമ്മുടെ സെല്ലിന്റെ ഇടയിലായിക്കോട്ടെ ബ്ലഡ്സിലായിക്കോട്ടെ അല്ലെങ്കിൽ ടിഷ്യൂസിൽ ഈ പറയുന്ന ഫ്ലൂയിഡ് ബാലൻസിനെല്ലാം ഈ പറയുന്ന ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മിനറൽസിന് പങ്കുണ്ട്. Certain minerals are integral components of biologically important compounds such as hemoglobin, thyroxine, iodine, insulin, zinc and vitamin B12 cobalt ആണ്. ഇനി നമ്മൾ എന്താ പറയുന്നത്? ഈ പറയുന്ന ഫിസിയോളജിക്കലും സ്ട്രക്ചറൽ ഫങ്ഷൻസ് അല്ലാതെ മിനറൽസിന് എന്ത് ഫങ്ഷൻസ് കൂടെ ഉണ്ട്? വൈറ്റൽ കോമ്പൗണ്ട്സിന്റെ ഫോർമേഷനകത്ത്, അതാണ് പറയുന്നത്. ഹീമോഗ്ലോബിനകത്ത് ആര് വേണം? ഹീമോഗ്ലോബിനില് അയൺ എന്ന് പറയുന്ന മിനറൽ അത്യാവശ്യമാണ്. ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ആർക്കാണുള്ളത്? അയണിനാണുള്ളത്. അടുത്തതാണ് തൈറോക്സിൻ. തൈറോക്സിൻ ആര് വേണം? അയഡിൻ വേണം. അയഡിൻ ഈസ് റിക്വയർഡ്. അതായത് ഈ തൈറോക്സിന്റെ സിന്തസിസിന് മിനറൽ ആയിട്ടുള്ള ആവശ്യമുണ്ട്? അയഡിൻ ആവശ്യമുണ്ട്. ഇൻസുലിൻ സിങ്ക് ആണ്. ഇൻസുലിൻ എന്ന് പറയുന്ന ആ ഒരു ഹോർമോണിന്റെ സ്റ്റെബിലൈസേഷന് വേണ്ടി ആവശ്യമുണ്ട്? സിങ്ക് ആവശ്യമുണ്ട്. വിറ്റാമിൻ B12 കൊബാൾട്ട് ആണ് ആവശ്യം. കൊബാൾട്ട് വിറ്റാമിൻ B12 അതിന്റെ കോറിംഗ് റിങ്ങിന്റെ ഒരു പാർട്ടാണ്. നമ്മുടെ ബ്ലഡ് സെൽ ഫോർമേഷനകത്തും നെർവ് ഫംഗ്ഷനകത്തൊക്കെ ആര് വേണം? ഈ പറയുന്ന കൊബാൾട്ടിന്റെ ആവശ്യമുണ്ട്. സൾഫർ പ്രസന്റ് ഇൻ തൈമിൻ,
ബയോട്ടിൻ, ലിപ്പോയിക് ആസിഡ് ആൻഡ് കോഎൻസൈം എ. എന്താണ് ഇനി സൾഫർ എവിടെയൊക്കെ കാണുന്നുണ്ട്? വിറ്റാമിൻസിൽ കാണുന്നുണ്ട്. കോഎൻസൈം തൈമിൻ, ബയോട്ടിൻ, ലിപ്പോയിക് ആസിഡ്, കോഎൻസൈം എ പോലുള്ളവയിൽ സൾഫർ കാണുന്നുണ്ട്. ഈ സൾഫറിന് എന്താണ് മെറ്റാബോളിസം, ഈ പറയുന്ന എല്ലാത്തിന്റെയും എനർജി പ്രൊഡക്ഷൻ ആവശ്യമുണ്ട്. Several minerals participate as cofactors for enzyme in metabolism. Example, magnesium, manganese, copper, zinc, potassium. Some elements are essential for certain enzymes. Cobalt, molybdenum, selenium പോലുള്ള. സോ എന്താണ് മഗ്നീഷ്യം, മാഗ്നീസ്, കോപ്പർ, സിങ്ക്, പൊട്ടാസ്യം ഒക്കെ എന്താണ് ഈ പറയുന്ന ഒരുപാട് എൻസൈംസിന്, അതായത് എനർജി പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, പ്രോട്ടീൻ സിന്തസിസിന്, ആന്റി ഓക്സിഡന്റ് ഡിഫൻസിനകത്ത് ആവശ്യമായിട്ടുള്ള ഒരുപാട് എൻസൈംസിന്റെ കോഫാക്ടർ ആയിട്ട് ഈ മിനറൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ചിലത് ഈ പറയുന്ന കൊബാൾട്ട്, മൊളിബ്ഡിനം, സെലേനിയം ഒക്കെ എങ്ങനെയാണ് ഇൻഡയറക്ട്ലി എൻസൈം സ്ട്രക്ചേഴ്സിന് ആവശ്യമായിട്ടുള്ളതാണ്. സോ ഈ പറയുന്ന മിനറൽസ് നമുക്ക് എന്താണ് സ്ട്രക്ചറൽ ഫംഗ്ഷൻ, ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ, വൈറ്റൽ കോമ്പൗണ്ട്സിന്റെ ഫംഗ്ഷൻ, എൻസൈംസിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള കോഫാക്ടേഴ്സ് തുടങ്ങിയ ഒരുപാട് നിരവധി ഫംഗ്ഷൻസ് ആർക്കുണ്ട്? ഈ പറയുന്ന മിനറൽസിനുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് മിനറൽസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. The minerals are classified as principal elements and trace elements. The 7 principal elements, macro minerals, constitute 60 to 80% of the body inorganic material. So, മിനറൽസിനെ നമുക്ക് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാം? രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം എന്നാണ് പറയുന്നത്. പ്രിൻസിപ്പൽ എലമെന്റ്സും ട്രേസ് എലമെന്റ്സും. ഇതിൽ പ്രിൻസിപ്പൽ എലമെന്റ്സ് എന്ന് പറയുന്നതാണ് മാക്രോ മിനറൽസ്. പ്രിൻസിപ്പൽ എലമെന്റ്സിന്റെ പേരെന്താണ്? മാക്രോ എലമെന്റ്സ് എന്ന് പറയുന്നത് 7 മിനറൽസ് ആണ്. 7 മിനറൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാക്രോ മിനറൽസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലെ ഒരു 60 to 80% ഓഫ് ഇനോർഗാനിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ പറയുന്ന 7 മാക്രോ എലമെന്റ്സ് ആണ്. ഇനി ഏതൊക്കെയാണത്? കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സൾഫർ. ഏതാണ്? കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സൾഫർ. ഇതാണ് മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ള 7 മാക്രോ എലമെന്റ്സ് എന്ന് പറയുന്നത്. The principal elements are required in amounts greater than 100 milligram per day. The micro minerals are required in less amount, that is less than 100 milligram per day. എന്താണ്? trace elements നമ്മൾ ഈ പറഞ്ഞു. പ്രിൻസിപ്പൽ എലമെന്റ്സ് അല്ലെങ്കിൽ മാക്രോ മിനറൽസ് ഉണ്ട്, മൈക്രോ അല്ലെങ്കിൽ ട്രേസ് എലമെന്റ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു. പ്രിൻസിപ്പൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡേയിൽ നമുക്ക് എത്രത്തോളം 100 milligram പെർ ഡേയിനേക്കാൾ കൂടുതൽ നമുക്ക് ഈ പ്രിൻസിപ്പൽ എലമെന്റ്സ് ആവശ്യമുണ്ട്. അതിന് താഴെ അതായത് 100 milligram പെർ ഡേക്ക് കുറവ് ലെസ് റിക്വയർഡ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ മൈക്രോ മിനറൽസ് അല്ലെങ്കിൽ ട്രേസ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അത് എത്രയാണ്? 100 milligram പെർ ഡേക്ക് താഴെയാണ്. അപ്പോ ഇവർ ഇത്രയും ചെറിയ എമൗണ്ട് ആണെങ്കിലും നമുക്ക് എന്തിനൊക്കെ ആവശ്യമുണ്ട്? എൻസൈം ആക്ടിവിറ്റിക്കും ഹോർമോണിനും അതേപോലെ തന്നെ ഓവറോൾ മെറ്റാബോളിസത്തിൽ ഈ പറയുന്ന മിനറൽസ് ഇത്രയും ചെറിയ എമൗണ്ടിലാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഈ പറയുന്ന ട്രേസ് എലമെന്റ്സിനെ അല്ലെങ്കിൽ മൈക്രോ മിനറൽസിനെ നമുക്ക് വീണ്ടും 3ആയി തരംതിരിക്കാം. എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സ്, പോസിബിളി എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സ്, നോൺ എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സ്. എന്താണ്? എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സ് അതായത് എന്താണ്? നോർമൽ ഗ്രോത്തിനകത്തും ഡെവലപ്മെന്റിനകത്ത് ഹെൽത്തിനകത്തൊക്കെ അത്യാവശ്യമാണ് എന്ന്, അതായത് അത്രയും എസെൻഷ്യൽ ആണ് എന്ന് ഉറപ്പ് വരുത്തിയിരിക്കുന്ന പ്രൂവൺ ആയിട്ടുള്ളവരെയാണ് നമ്മൾ എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതിലാണ് അയൺ, കോപ്പർ, അയഡിൻ, മാംഗനീസ്, സിങ്ക്, മൊളിബ്ഡിനം, കൊബാൾട്ട്, ഫ്ലൂറിൻ, സെലേനിയം ആൻഡ് ക്രോമിയം വരുന്നത്. സോ അടുത്തതാണ് പോസിബിളി എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സ്. അതായത് എവിഡൻസസ് പറയുന്നുണ്ട് ഇവര് വൈറ്റൽ ആയിട്ടുള്ള റോൾസ് പ്ലേ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതുവരെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഹ്യൂമൻസിനകത്ത് ഇത് പ്രൂവൺ ചെയ്തിട്ടില്ലാത്തവരെയാണ് പോസിബിളി എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതിലാണ് നിക്കൽ, വനേഡിയം, കാഡ്മിയം ആൻഡ് ബേറിയം വരുന്നത്. ഇനി നോൺ എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സ് ഉണ്ട്.
അലുമിനിയം, ലെഡ്, മെർക്കുറി, ബോറോൺ, സിൽവർ, ബിസ്മത്ത് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതായത് നമുക്ക് എന്ത് വേണ്ട, ഹ്യൂമൻ ബോഡിക്ക് ആവശ്യമില്ല. അതിൽ തന്നെ ഈ പറയുന്ന നോൺ എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സ് മിക്കതും നമ്മുടെ ഹ്യൂമൻസിനകത്ത് എന്താണ്, വെരി ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിട്ട് മാറാം. അതായത് മെർക്കുറി, ലെഡ് ഒക്കെ നമുക്കറിയാം എന്താണ്, ടോക്സിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. അത് നമ്മുടെ ശരീരത്തിന് എന്താ ആവശ്യമേ ഇല്ല. നോൺ എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമല്ലാത്ത, അതായത് ആവശ്യമില്ലാത്തതും മേ ബി ടോക്സിക് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റ് മിനറലിനെ ഡിസ്കസ് ചെയ്ത് കൊടുക്കുകയാണ്. ഏറ്റവും മോസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള മിനറൽ ഏതാണ്, കാൽഷ്യം ആണ് നമ്മൾ പറഞ്ഞു. സോ ഫസ്റ്റ് കാൽഷ്യം. കാൽഷ്യം ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് എമംഗ് ദ മിനറൽസ് ഇൻ ദി ബോഡി. എത്രയാണ്, അതായത് നമ്മുടെ ബോഡിയിൽ ബാക്കി എല്ലാ മിനറൽസിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള മിനറൽ ഏതാണ്, കാൽഷ്യം ആണ്. ദ ടോട്ടൽ കണ്ടന്റ് ഓഫ് കാൽഷ്യം ഇൻ ആൻ അഡൾട്ട് മാൻ ഈസ് അബൌട്ട് 1 to 1.5 കിലോഗ്രാം. അതായത് എത്രയുണ്ട്, നമ്മുടെ മനുഷ്യനകത്ത് നമ്മൾ പറഞ്ഞു 2% ഓഫ് ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് കാൽഷ്യം ആണ്. അത് ഏകദേശം ഒരു 1 to 1.5 കിലോഗ്രാം വരും. As much as 99% of it is present in bones and teeth, and a small fraction 1% of calcium found outside the skeletal tissue performing a wide varieties of function. ഇതില് ഈ പറയുന്ന 1 to 1.5 കിലോ നമ്മുടെ കാൽഷ്യം ബോഡിയിൽ ഉണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ 99% എവിടെ കാണുന്നത്, ബോണിനകത്തും ടീത്തിനകത്തുമാണ്. ഹൈഡ്രോക്സി പാറ്റേറ്റ് ക്രിസ്റ്റൽ ആയിട്ടാണ്. എന്താണ്, ഇവരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കാൽഷ്യം ഫോസ്ഫറസുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്തുണ്ടാകുന്നു, ഹൈഡ്രോക്സിയ പറ്റേറ്റേറ്റ് എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റൽ ഉണ്ടായി. അങ്ങനെയാണ് നമ്മുടെ ബോണിനും ടീത്തിനും ആ പറയുന്ന ഹാർഡ്നെസ്സും സ്ട്രെങ്തും കിട്ടുന്നത്. സോ 99% എവിടെയാണ് കാണുന്നത്, ബോണിലും ടീത്തിലുമാണ്. ബാക്കി 1% എവിടെയാണ്, നമ്മുടെ സ്കെലിറ്റൽ ടിഷ്യൂസിന് പുറത്ത്, അതായത് ബ്ലഡിലെ പ്ലാസ്മയിലോ അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂസിലോ അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിനകത്താണ് ഈ കാൽഷ്യം കാണുന്നത്. നമ്മൾ പറഞ്ഞു ഇതിൽ എന്തുണ്ടാവും, ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ്, ഈ 1%ന് വൈഡ് വെറൈറ്റീസ് ഓഫ് ഫങ്ഷൻസ് ഉണ്ടെന്നാ പറയുന്നത്. അതായത് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ആയിട്ടുള്ള നെർവ് ട്രാൻസ്മിഷൻ, മസിൽ കോൺട്രാക്ഷൻ, എൻസൈം ആക്ടിവിറ്റി, ബ്ലഡ് ആക്ടിവിറ്റി പോലുള്ള ഒരുപാട് ഫങ്ഷൻസ്, എക്സ്ട്രാ ഫങ്ഷൻസ് ആര് നടത്തുന്നുണ്ട്, ഈ പറയുന്ന കാൽഷ്യത്തിന് റോൾ ഉണ്ട്. ബയോകെമിക്കൽ ഫങ്ഷൻസ് ഓഫ് കാൽഷ്യം. The first important നമുക്കറിയാം എന്താണ്, development of bonds and teeth. Calcium along with the phosphate is required for the formation of hydroxyapatite and physical strength of skeletal tissues. കാൽഷ്യം എന്ത് ചെയ്യുന്നുണ്ട്, കാൽഷ്യവും ഫോസ്ഫേറ്റും കൂടി ചേർന്നിട്ടാണ് നോക്കുക. കാൽഷ്യവും ഫോസ്ഫേറ്റും കൂടി ചേർന്നാൽ എന്ത് ഫോം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്, ഹൈഡ്രോക്സിയാപറ്റേറ്റ് എന്ന് പറയുന്ന ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നുണ്ട്. ആ ക്രിസ്റ്റൽസ് മുഖാന്തരമാണ്, അല്ലെങ്കിൽ ക്രിസ്റ്റൽസിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഈ പറയുന്ന സ്കെലിറ്റൽ ടിഷ്യൂസിന് എന്ത് വരുന്നത്, ഈ പറയുന്ന ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടാകുന്നത്. ബോൺ ഈസ് കൺസിഡേർഡ് ആസ് എ മിനറലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. അതായത് ഇവരിൽ മെയിൻലി ഈ പറയുന്ന ബോണിനകത്ത് എന്താണ്, മെയിൻലി ഈ പറയുന്ന മിനറൽസ് ആണ് കൂടുതൽ, കാൽഷ്യമും ഫോസ്ഫേറ്റും ആണ് കൂടുതൽ. അതെന്ത് ചെയ്യാ, നമ്മുടെ കൊളാജൻ മെട്രിക്സിനകത്തേക്ക് വന്ന് ഡെപ്പോസിറ്റ് ആവുക ചെയ്യുന്നത്. കൊളാജൻ മെട്രിക്സിനകത്തേക്ക് ഈ പറയുന്ന മിനറൽസ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇവരെ മിനറലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയാം. Bonds which are the dynamic state reserve as a reservoir of calcium. നമ്മൾ പറഞ്ഞു bonds are എങ്ങനെയാണ്, ബോൺസ് ഒരു സ്റ്റാറ്റിക് ഫോമിലല്ല, അതായത് ഒരു ഡൈനാമിക് സ്റ്റേറ്റിൽ, അതായത് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫോർമേഷൻ നടക്കുന്നുണ്ട്, ഡീമിനറലൈസേഷൻ നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് കാൽഷ്യം ആണ് ഈ പറയുന്ന ബോണിന്റെ ഒരു റിസർവോയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്ത് കാൽഷ്യം, അതായത് ബ്ലഡിൽ കാൽഷ്യം കൂടിയാൽ എന്ത് സംഭവിക്കും, അവർ ബ്ലഡിലെ കാൽഷ്യം കുറയ്ക്കാൻ വേണ്ടി ബോൺ ഫോർമേഷൻ കൂട്ടുന്നു. ബ്ലഡിലെ കാൽഷ്യം കുറവാണെങ്കിൽ അവർ ഈ പറയുന്ന ഡീമിനറലൈസേഷൻ, അതായത് ഓസ്റ്റിയോക്ലാസ്റ്റിന്റെ ഫോർമേഷൻ ഒക്കെ നടക്കുന്നു. Osteoblasts are responsible for bone formation, while osteoclasts result in demineralization. എന്താണ് ബോൺസ് എന്താ ചെയ്യുന്നത്, ബോൺസ് നമ്മൾ പറഞ്ഞു ഡൈനാമിക് സ്റ്റേറ്റിലുള്ളതാണ്, അതായത് അതിന് ഫോർമേഷൻ നടക്കാം, ഡീമിനറലൈസേഷൻ നടക്കാം. ഫോർമേഷൻ ആവശ്യമായിട്ടുള്ളതാണ് ആര്, ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ എന്ന് പറയുന്നത്. ന്യൂ ബോൺ ടിഷ്യൂസിന്
ഫോർമേഷൻ ആവശ്യമായിട്ടുള്ള സെല്ലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഏതാണ്, ഓസ്റ്റിയോക്ലാസ്റ്റുകളാണ്. ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോൺ ടിഷ്യൂസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മുടെ ബ്ലഡിലേക്ക് കാൽഷ്യത്തിന്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആര് വേണ്ടത്, ഈ പറയുന്ന ഓസ്റ്റിയോക്ലാസ്റ്റുകൾ വേണ്ടത്. അടുത്തതാണ് മസിൽ കോൺട്രാക്ഷൻ. കാൽഷ്യം 2+ interact with the troponin C to trigger muscle contraction. Calcium also activate ATPase, increases the interaction between actin and myosin. എന്താണ് അടുത്ത ഫംഗ്ഷൻ പറയാണ്, ഡെവലപ്മെന്റ് ഓഫ് ബോൺ ആൻഡ് ടീത്ത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഏതാണ്, മസിൽ കോൺട്രാക്ഷൻ ആണ്. കാൽഷ്യത്തിന് എന്തുണ്ട്, മസിൽ കോൺട്രാക്ഷനിൽ ഡയറക്ട്ലി റോൾ ഉണ്ട് നമുക്കറിയാം. അതെങ്ങനെയാണ്, കാൽഷ്യത്തിന് അതായത് നമ്മുടെ മസിൽ പ്രോട്ടീൻസിനകത്തുള്ള ഫങ്ഷണൽ പ്രോട്ടീൻ ആണ് ഏതെന്ന് പറയുന്നത്, ട്രോപ്പോണിൻ എന്ന് പറയുന്നത്. ട്രോപ്പോണിൻ, ട്രോപ്പോമയോസിൻ ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ ട്രോപ്പോണിൻ തന്നെ 3 ഉണ്ട്. അതിൽ ട്രോപ്പോണിൻ സീനകത്തേക്ക് ആരാണ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്, സി, അതായത് കാൽഷ്യം വന്ന് ബൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഈ കാൽഷ്യം വന്ന് ബൗണ്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു കൺഫർമേഷണൽ ചേഞ്ച് വന്ന് അങ്ങനെ ആക്ടിൻ മയോസിൻ ഇന്ററാക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. സോ ഈ പറയുന്ന കാൽഷ്യത്തിന് മസിൽ കോൺട്രാക്ഷൻ ഒരു റോൾ ഉണ്ട്. അതേപോലെ തന്നെ കാൽഷ്യത്തിന് എന്തുണ്ട്, ATPase, കാൽഷ്യം ഒരു ATPase ഫംഗ്ഷൻ ഉണ്ട്. അതായത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പറയുന്ന ATPനെ ഹൈഡ്രോളൈസ് ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്ത ഒരു സ്ലൈഡിംഗ് മെക്കാനിസം, അതായത് ആക്ടിൻ മയോസിൻ ഫിലമെന്റ്സ് ആയിട്ടുള്ള ആ ഒരു സ്ലൈഡിംഗ് മെക്കാനിസത്തിനും ഈ പറയുന്ന കാൽഷ്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Blood coagulation. Several reactions in the cascade of blood clotting process are dependent on calcium 2+. നമുക്കറിയാം സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ coagulation of ബ്ലഡിൽ അറിയാവുന്നതാണ്. നമുക്ക് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൽ ഫാക്ടർ നമ്പർ 4 ഏതാണ്, കാൽഷ്യം ആണ്. അതായത് ക്ലോട്ടിംഗ് കാസ്കേഡിന് എന്തായാലും ആവശ്യമുണ്ട്, ഈ പറയുന്ന കാൽഷ്യം ആവശ്യമുണ്ട്. ഈ കാൽഷ്യം ആണ് സെവറൽ ആയിട്ടുള്ള, അതായത് ഒരുപാട് എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതും പ്രോത്രോംബിനെ ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനകത്തും ഹെൽപ്പ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്. എന്താണ്, പ്രോത്രോംബിനെ ത്രോംബിനാക്കി കൺവേർട്ട് ചെയ്ത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ക്ലോട്ട് ഫോർമേഷൻ ആവശ്യമുണ്ട്, കാൽഷ്യം ആവശ്യമുണ്ട്. അടുത്തതാണ് നെയർ ട്രാൻസ്മിഷൻ. കാൽഷ്യം ഈസ് നെസസറി ഫോർ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ്. എന്താണ്, നമ്മുടെ സിനാപ്സ്, എക്രോസ് സിനാപ്സില് ഈ പറയുന്ന നെർവ് ഇമ്പൾസിന്റെ ട്രാൻസ്മിഷനകത്ത് ആവശ്യമുണ്ട്, കാൽഷ്യം ആവശ്യമുണ്ട്. ഈ നെർവ് എൻഡിങ്ങിന്റെ സമയത്ത്, അതായത് ഒരു നെർവ് എൻഡിങ് ആണെങ്കിൽ ഈ നെർവ് എൻഡിങ്ങിന്റെ സമയത്ത് ഒരു ഇമ്പൾസ് റീച്ച് ആയാൽ, ഈ ഇമ്പൾസ് റീച്ച് ആയാൽ എന്ത് സംഭവിക്കും, അവിടെ വോൾട്ടേജ് ഗേറ്റഡ് ആയിട്ടുള്ള കാൽഷ്യം ചാനലുകൾ ഉണ്ട്. അതായത് ഇവിടെ ഒരു ഇമ്പൾസ് വന്നാൽ വോൾട്ടേജിന് ഡിഫറൻസ് വരും. വോൾട്ടേജിന് ഡിഫറൻസ് വരുന്നത് കൊണ്ട് വോൾട്ടേജ് ഗേറ്റഡ് ആയിട്ടുള്ള ചാനൽസ് ഓപ്പൺ ചെയ്ത് അതിലേക്ക് കാൽഷ്യം ഇൻഫ്ലക്സ് നടന്ന് ഈ കാൽഷ്യം ഇൻഫ്ലക്സ് കാരണം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസായി ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സിനാപ്റ്റിക് ക്ലഫ്റ്റിൽ വന്ന് നിൽക്കും. ഈ സിനാപ്റ്റിക് ക്ലഫ്റ്റിൽ നിന്നുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അടുത്ത പ്രീ സിനാപ്റ്റിക് നോബിലേക്ക് പോയി അങ്ങനെ നെർവ് ഇമ്പൾസിനകത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കാൽഷ്യം. എന്താണ് അതിന്റെ മെയിൻ റോള്, ട്രിഗറിംഗ് ദ റിലീസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതാണ് മെംബ്രെയിൻ ഇന്റഗ്രിറ്റി ആൻഡ് പെർമിയബിലിറ്റി. അതായത് ഇൻഫ്ലുവൻസസ് ദി മെംബ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് സെവറൽ അയോൺസ് അക്രോസ് ഇറ്റ്. അടുത്തത് മെംബ്രെയിൻ ഇന്റഗ്രിറ്റി, അതായത് ഈ സെൽ മെംബ്രെയിൻസിന്റെ ആ സ്ട്രക്ചറിന്റെയും അതേപോലെ തന്നെ സ്റ്റെബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ കാൽഷ്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സോൾട്ടിന്റെയും വാട്ടറിന്റെയും ട്രാൻസ്പോർട്ട്, അല്ലെങ്കിൽ അയോൺസിന്റെയും വാട്ടറിന്റെയും ട്രാൻസ്പോർട്ട്, സച്ചാസ് ഇപ്പൊ ഒരു സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ് പോലുള്ളവരില് നമ്മുടെ മെംബ്രെയിൻസിന്റെ ഉള്ളിലേക്ക് അക്രോസ് ദി മെംബ്രെയിൻ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കാൽഷ്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവർ ഈ പറയുന്ന അയൺ മൂവ്മെന്റും വാട്ടർ ബാലൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് കാൽഷ്യം ഈ പറയുന്ന സെല്ലിന്റെ ഇന്റഗ്രിറ്റി, എക്സൈറ്റബിലിറ്റി, ഹോമിയോസ്റ്റാസിസിനകത്തൊക്കെ ഈ പറയുന്ന ആർക്ക് റോൾ ഉണ്ട്, ഈ പറയുന്ന കാൽഷ്യത്തിന് റോൾ ഉണ്ട്. ആക്ടിവേഷൻ ഓഫ് എൻസൈം. Calcium is needed for direct activation of enzymes such as lipase, pancreatic, ATPase and succinate dehydrogenase. അടുത്ത ഫംഗ്ഷൻ പറയുന്നത് കാൽഷ്യത്തിന് എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഡയറക്റ്റ് ആക്ടിവേഷൻ റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 3 എൻസൈംസുകളാണ് പറയുന്നത്. ഒന്ന് ഏതാണ്, പാൻക്രിയാറ്റിക് ലിപ്പേസ്, അതായത് നമ്മുടെ ഡയറ്ററി ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
നമ്മുടെ ബോഡിയിലുള്ള ഒരു പാൻക്രിയാസിനകത്ത് ഉണ്ടാകുന്ന ഒരു എൻസൈമാണ് ലിപ്പേസ് എന്ന് പറയുന്നത്. അതിന്റെ ആക്ടിവിറ്റിക്ക് ഈ പറയുന്ന കാൽഷ്യം റോൾ ഉണ്ട്. അടുത്തതാണ് ATPase. അതായത് എന്ത് ചെയ്യുന്നു, ATPനെ ADP ആക്കി അല്ലെങ്കിൽ ATPനെ റിലീസ് എനർജി ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എൻസൈമാണ് ATPase എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയാ? മെയിൻലി അവര് മസിൽ കോൺട്രാക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തത് ഏതാണ്? സക്സിനെ ഡീഹൈഡ്രോജനേസ് ആണ്. ഇത് എവിടെയാണ്? സിട്രിക് ആസിഡ് അല്ലെങ്കിൽ നമ്മുടെ ക്രബ് സൈക്കിളിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു എൻസൈമാണ് സക്സിനെ ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിനകത്തൊക്കെ റോൾ ഉള്ളതാണ്. സോ അതിന്റെ പ്രോപ്പർ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ആക്ടിവിറ്റിക്ക് ആര് ആവശ്യമുണ്ട്? കാൽഷ്യം ആവശ്യമുണ്ട്. സോ ആക്ടിവേഷൻ ഓഫ് എൻസൈംസിനകത്ത് കാൽഷ്യത്തിന് റോൾ ഉണ്ട്. അടുത്തതാണ് കാൽമോഡുലിൻ മീഡിയേറ്റഡ് ആക്ഷൻ ഓഫ് Ca2+. കാൽമോഡുലിൻ is a calcium binding regulatory protein. Calcium calmodulin complex activates certain enzymes. Example, adenyl cyclases, Ca2+ dependent protein kinases. അടുത്തത് എന്താ പറയുന്നത്? അടുത്തത് കാൽഷ്യത്തിന്റെ റോള്, അതായത് കാൽമോഡുലിൻ മീഡിയേറ്റഡ് ആക്ഷൻ ഓഫ് കാൽഷ്യം ആണ്. കാൽമോഡുലിൻ എന്ന് പറയുന്നത് ഒരു സ്മോൾ റെഗുലേറ്ററി പ്രോട്ടീൻ, അതായത് നമ്മുടെ കാൽഷ്യത്തിനകത്തേക്ക് ബൈൻഡ് ചെയ്യുന്ന ഒരു പ്രോട്ടീന്റെ പേരാണ് എന്ത് പറയുന്നത്? കാൽമോഡുലിൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ കാൽഷ്യം സെല്ലിന്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? സെല്ലിന്റെ ഉള്ളിലേക്ക് കാൽഷ്യം എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാൽഷ്യം എന്ത് ചെയ്യും എന്നറിയോ? കാൽമോഡുലിനുമായി ബൈൻഡ് ചെയ്യും. അങ്ങനെ ഒരു കാൽഷ്യം കാൽമോഡുലിൻ കോംപ്ലക്സ് ഫോം ചെയ്യും. എവിടെയാണ്? സെല്ലിന്റെ ഉള്ളിലാണ്. കാൽഷ്യം കാൽമോഡുലിൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ആണ്. സെക്കൻഡ് മെസ്സഞ്ചർ സിസ്റ്റം ആണ്. അവർ ഈ പറയുന്ന എൻസൈം ആക്ടിവേഷൻ റോൾ ഉണ്ട്. സോ ഈ പറയുന്ന കാൽഷ്യം കാൽമോഡുലിൻ എന്താണ്? സെക്കൻഡ് മെസ്സഞ്ചർ ആണ്. അവരാരൊക്കെയാണ് അവര് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത്? അഡിനൈൽ സൈക്ലേസ്, അതായത് സൈക്ലിക് AMP, നമ്മുടെ സിഗ്നലിംഗ് മോളിക്യൂൾ ആയിട്ടുള്ള സൈക്ലിക് AMPയുടെ ഫോർമേഷൻ അല്ലെങ്കിൽ AMPക്ക് ഫോർമേഷന് ആവശ്യമായിട്ടുള്ള എൻസൈമാണ് അഡിനൈലേറ്റ് സൈക്ലേസ് എന്ന് പറയുന്നത്. അതിന് ഈ പറയുന്ന കാൽഷ്യം ആവശ്യമുണ്ട്. അടുത്തതാണ് കാൽഷ്യം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കൈനേസസ്, അതായത് ഈ പറയുന്ന പ്രോട്ടീനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്യാൻ പറ്റുന്ന എൻസൈമുകളാണ് പ്രോട്ടീൻ കൈനേസസ്. എല്ലാ പ്രോട്ടീൻ കൈനേസസും കാൽഷ്യം ഡിപ്പെൻഡന്റ് അല്ല. പക്ഷേ ചില പ്രോട്ടീൻ കൈനേസസ് എന്താണ്? കാൽഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അതും ആര് മുഖാന്തരമാണ്? കാൽഷ്യം കാൽമോഡുലിൻ കോംപ്ലക്സ് വഴി അവരൊരു സെക്കൻഡ് മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നതിലൂടെയാണ് ഈ പറയുന്ന രണ്ട് എൻസൈംസും ആക്ടിവേറ്റ് ആവുന്നത്. കാൽഷ്യം ആസ് ഇൻട്രാസെല്ലുലാർ മെസ്സഞ്ചർ. അടുത്തത് കാൽഷ്യത്തിന്റെ റോൾ ഇൻട്രാസെല്ലുലാർ. സർട്ടൻ ഹോർമോൺസ് എക്സേർട്ട് their action through the mediation of calcium 2+ instead of CAMP. Calcium is regarded as second messenger for such hormonal action. Example, epinephrine in liver glycogenolysis. Calcium serves as a third messenger for some hormone. Example, ADH acts through CAMP and then Ca2+. ഇനി അടുത്ത് പറയുന്നത് കാൽഷ്യത്തിന് ഇൻട്രാ സെല്ലുലാർ മെസ്സഞ്ചർ, അതായത് നമ്മൾ ഈ പറയുന്ന സെല്ലുകൾക്ക് ഉള്ളിലുള്ള മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഒരുപാട് സിഗ്നലിംഗ് പാത്വേസിലാണ് കാൽഷ്യത്തിന് ഈ റോൾ ഉള്ളത്. നോർമലി ഹോർമോൺസ് എങ്ങനെയാണ്? നോർമലി ഹോർമോൺസ് അവരൊരു സെക്കൻഡ് മെസ്സഞ്ചർ വഴിയാണ് ആക്ടിവേറ്റ് ആവുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. ലൈക്ക് CAMP, അതായത് ഒരു ഹോർമോൺ എന്ത് ചെയ്യുന്നുണ്ട്? റിസപ്റ്ററിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നു. ഹോർമോൺ റിസപ്റ്ററിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നതിന് മൂലം കൊണ്ടുണ്ടായ അഡിനൈൽ സൈക്ലേസ് ആക്ടിവേറ്റ് ആയി അവർ CAMPന് ഫോർമേഷൻ നടക്കുന്നു. ഈ CAMP ആണ് പിന്നീട് ഈ ഹോർമോണിന്റെ ആക്ഷൻ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ ചില ഹോർമോൺസിന്റെ കേസിൽ എന്താണ്? കാൽഷ്യം തന്നെയാണ് സെക്കൻഡ് മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, CAMP അല്ല. ഇൻസ്റ്റെഡ് ഓഫ് CAMP ആരാണ്? കാൽഷ്യം മീഡിയേറ്റഡ് ആയിട്ടുള്ള ഹോർമോൺസ് ഉണ്ട്. എക്സാമ്പിൾ ആണ് ഇതിനകത്ത് നമ്മൾ പറയുന്നത് എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിൻ എവിടെയാ കാണുന്നത്? നമ്മുടെ ലിവറിൽ കാണുന്ന എപ്പിനെഫ്രിൻ ഗ്ലൈക്കോജീനോലൈസിസ് അല്ലെങ്കിൽ ജീനോലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ. ആരുടെ ബ്രേക്ക് ഡൗൺ? ഗ്ലൈക്കജന്റെ ബ്രേക്ക് ഡൗണിന് വേണ്ടി ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ആയിട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന കാൽഷ്യം ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ചില പാത്വേസിൽ കാൽഷ്യം ഒരു തേർഡ് മെസ്സഞ്ചറാണ്.
ഈ ADH അതായത് ആന്റി ഡയൂററ്റിക് ഹോർമോൺ ആദ്യം എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ CAMP ആണ് ആദ്യം ആക്ട് ചെയ്യുന്നത്. പിന്നീട് ഈ CAMP ആരെ ചെന്ന് ആക്ടിവേറ്റ് ചെയ്യും, കാൽഷ്യം 2+ ചെന്ന് ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ ഈ കാൽഷ്യം 2+ ആണ് സിഗ്നൽ ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് ആകുന്നത്. സോ കാൽഷ്യം എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ഹോർമോൺസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ചില എൻസൈംസിന്റെ കേസിൽ അല്ലെങ്കിൽ ചില ഹോർമോൺസിന്റെ കേസിൽ അതെന്താണ്, ഒരു തേർഡ് മെസ്സഞ്ചർ ആയിട്ട് വരെ ആക്ട് ചെയ്യുന്നു. അടുത്തതാണ് റിലീസ് ഓഫ് ഹോർമോൺസ്. ദ റിലീസ് ഓഫ് സർട്ടൻ ഹോർമോൺസ്, ഇൻസുലിൻ, പാരാഥോർമോൺ, calcitonin from the endocrine gland is facilitated by calcium 2+. എന്താണ്, എൻഡോക്രൈൻ ഗ്ലാൻസിൽ നിന്നും ഈ പറയുന്ന ഹോർമോൺസിന്റെ സെക്രീഷനകത്ത് കാൽഷ്യത്തിന് റോൾ ഉണ്ട്. അത് ഈ പറയുന്ന പ്ലാസ്മ മെംബ്രെയിനിലുള്ള വെസിക്കിൾസിന്റെ ഫ്യൂഷൻ, അങ്ങനെ അതായത് സ്റ്റോർഡ് ഹോർമോൺസിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാൽഷ്യം പ്രധാനമായിട്ടും അഫക്ട് ചെയ്യുന്നത്. ഇൻസുലിൻ നമുക്കറിയാം പാൻക്രിയാസിൽ സ്റ്റോർ ചെയ്യുന്നതാണ്, അതിനെ റിലീസ് ചെയ്യുന്നുണ്ട്. പാരാതോർമോൺ അല്ലെങ്കിൽ പാരാതൈറോയിഡ് ഹോർമോൺ എവിടെയാണ്, പാരാതൈറോയിഡ് ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്നതാണ്. കാൽസിറ്റോണിൻ ആരാണ്, തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. സോ കാൽഷ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്ട്ലി എൻഡോക്രൈൻ കൺട്രോളിനകത്തും ഹോർമോൺ സെക്രീഷനകത്തും ഡയറക്റ്റ് ആയിട്ട് കാൽഷ്യത്തിന് റോൾ ഉണ്ട്. അടുത്തതാണ് സെക്രീറ്ററി പ്രോസസ്സസ് എന്ന് പറയുന്നത്. കാൽഷ്യം റെഗുലേറ്റ്സ് മൈക്രോഫിലമെന്റ് ആൻഡ് മൈക്രോട്യൂബ്യൂൾ മീഡിയേറ്റഡ് പ്രോസസ്സസ് സച്ച് ആസ് എൻഡോസൈറ്റോസിസ്, എക്സോസൈറ്റോസിസ് ആൻഡ് സെൽ മോട്ടിലിറ്റി. എന്താണ്, സെക്രീറ്ററി പ്രോസസ് ആണ്. അതായത് ഡിപ്പെൻഡ് ഓൺ സൈറ്റോസ്കെലിറ്റൺ ആണ്. അതായത് മൈക്രോഫിലമെന്റ് ആണോ മൈക്രോട്യൂബ്യൂൾ ആണോ എന്നതിനെ അടിസ്ഥാനമാക്കി കാൽഷ്യത്തിനടുത്ത് അവിടെ സെക്രീറ്ററി പ്രോസസ്സും കൂടെ ഉണ്ട്. അതായത് സെക്രീറ്ററി പ്രോസസ് എന്ന് പറഞ്ഞാൽ എൻഡോസൈറ്റോസിസ്, എക്സോസൈറ്റോസിസ്. എൻഡോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലിൽ നിന്നും പുറത്തേക്ക് സബ്സ്റ്റൻസിനെ കൊണ്ടുപോകുന്നതാണ്. എക്സോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ ഉള്ളിലേക്ക് സബ്സ്റ്റൻസിനെ കൊണ്ടുവരുന്നതാണ്. എക്സോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ, എൻസൈമുകളെ, ഹോർമോണിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, സെല്ലിൽ നിന്നും പുറത്തേക്ക് റിലീസ് ചെയ്യുന്നതാണ് എക്സോസൈറ്റോസിസ്. അടുത്തത് ഏതാണ്, സെൽ മോട്ടിലിറ്റി ആണ്. അതായത് സെൽസിന്റെ മൂവ്മെന്റ് നമ്മുടെ അതായത് ഈ പറയുന്ന വൂണ്ട് ഹീലിംഗിനകത്താവാം, ഇമ്മ്യൂണിറ്റിക്ക്, ഡെവലപ്മെന്റിനകത്തൊക്കെ സെല്ലുകൾ മൂവ് ചെയ്യണ്ടേ. അതായത് ഇൻ കേസ് ഓഫ് വൂണ്ട് ഹീലിംഗ് ആണെങ്കിൽ അവിടേക്ക് ആര് വരണം, WBC ഒക്കെ വരണം. അതായത് അവിടെ മൂവ്മെന്റ് ഓഫ് സെല്ല് നടക്കണം. അതും ഈ പറയുന്ന കാൽഷ്യം ആണ് മീഡിയേറ്റ് ചെയ്യുന്നത്. കോണ്ടാക്ട് ഇൻഹിബിഷൻ. Calcium is believed to be involved in cell-to-cell contact and adhesion of a cell in a tissues. The cell-to-cell communication may also require calcium 2+. അടുത്ത ഏതാണ്, കോണ്ടാക്ട് ഇൻഹിബിഷൻ. എന്താണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ, കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് മറ്റൊരു സെല്ലുമായി കൂടിച്ചേർന്നാൽ, അതായത് ഒരു ഓവർ ക്രൗഡിങ് വരാതിരിക്കാൻ ഒരു സെല്ല് മറ്റൊരു സെല്ലുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ ആ പറയുന്ന സെല്ലുകൾ ഡിവൈഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത്, അതായത് അവരുടെ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ കോണ്ടാക്ട് ഇൻഹിബിഷൻ. അതായത് കോണ്ടാക്ട് വരുമ്പോൾ എന്ത് ചെയ്യും, അതായത് രണ്ട് സെല്ലുകൾ, ഒരേപോലുള്ള രണ്ട് സെല്ലുകൾ കൂടി ചേർന്നാൽ കോണ്ടാക്ട് ഇൻഹിബിഷൻ, അവർ തമ്മിൽ ഡിവിഷൻ, ആ രണ്ട് സെല്ലുകളും ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ ഇൻഹിബിറ്റ് ആകുന്നു. കാൽഷ്യത്തിന് എന്ത് റോൾ ഉണ്ടെന്നാ പറയുന്നത്, സെൽ ടു സെൽ കോണ്ടാക്ട് നടത്താൻ, അതായത് സെല്ലുകളെ ബൗണ്ട് ടുഗദർ, കറക്റ്റ് ആയിട്ട് സെല്ലും കറക്റ്റ് ആയിട്ട് ബൗണ്ട് ടുഗദർ പ്രോപ്പർലി ചെയ്യാൻ, അതേപോലെ തന്നെ സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷനിൽ സെല്ലുകൾ തമ്മിലുള്ള സിഗ്നലിങ്സിനകത്തെല്ലാം ഈ പറയുന്ന കാൽഷ്യത്തിന് റോൾ ഉണ്ട്. ആക്ഷൻ ഓൺ ഹാർട്ട്. കാൽഷ്യം ആക്ട്സ് ഓൺ മയോകാർഡിയം ആൻഡ് പ്രൊലോങ്സ് സിസ്റ്റോൾ. അടുത്തത് ഹാർട്ടിലും എന്താണ്, മയോകാർഡിയം ഡയറക്ട്ലി, നമ്മുടെ മയോകാർഡിയം എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ മസിൽ ടിഷ്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മയോകാർഡിയം എന്ന് പറയുന്നത്. ഹാർട്ടിന്റെ കോൺട്രാക്ഷന് ഈ പറയുന്ന കാർഡിയാക് മസിൽ ഫൈബേഴ്സ്, അതായത് ഈ മയോകാർഡിയത്തിനകത്തുള്ള മസിൽ ഫൈബേഴ്സിന്റെ കോൺട്രാക്ഷൻ ആണ് നടക്കേണ്ടത്. ഈ കോൺട്രാക്ഷൻ, അതായത് ഹാർട്ട് ബീറ്റിന്റെ കോൺട്രാക്ഷൻ ഫേസ്, അതാണ് സിസ്റ്റോൾ. അതായത് ആ കോൺട്രാക്ഷൻ ഫേസിൽ കറക്റ്റ് ആയിട്ട് ഈ പ്രോപ്പർ പമ്പിങ് നടക്കാൻ ഈ പറയുന്ന കോൺട്രാക്ഷൻ കുറച്ച് പ്രൊലോങ്ഡ് ആയിരിക്കണം. അതായത് കുറച്ച് നേരത്തേക്ക് വേണം, കുറച്ച് പ്രഷർ വേണം. അതിന് ആരാവശ്യമുണ്ട്, കാൽഷ്യം ആവശ്യമുണ്ട്. അതായത് ഒരു കറക്റ്റ് ആയിട്ടുള്ള നോർമൽ ഹാർട്ട് റിതമും കാർഡിയാക് ഫംഗ്ഷനും ആരാവശ്യമുണ്ട്, ഈ പറയുന്ന കാൽഷ്യം ആവശ്യമുണ്ട്. ഇത്രയാണ് മെയിൻ ആയിട്ട് കാൽഷ്യത്തിന്റെ ബയോ കെമിക്കൽ ഫംഗ്ഷൻസിനകത്ത് വരുന്നത്. ഡയറ്ററി റിക്വയർമെന്റ്സ് ആണെങ്കിൽ അഡൾട്ട് വുമണിനകത്ത്, അതേപോലെ തന്നെ മെന്നിനകത്തും 800 milligram per day ആണ്
അതേപോലെ നമുക്കറിയാം വുമൺ പ്രഗ്നൻസിനകത്ത് ലാക്ടേഷനകത്ത് പോസ്റ്റ് മെനോപോസ് ഉള്ള വുമൺസ് എന്തായിരിക്കണം, കുറച്ചുകൂടി കൂടുതൽ കഴിക്കണം എന്ന് നമുക്കറിയാം. അത് എത്രയാണ്? 1.5 milligram per day ആണ്. ചിൽഡ്രൻസ് അതായത് 1 to 18 വയസ്സ് വരെയുള്ള ചിൽഡ്രൻസിനാണെങ്കിൽ അത് 1.8 മുതൽ, അതായത് 800 milligram മുതൽ 1.2 gram വരെ കഴിക്കാം. ഇൻഫൻസിൽ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾ എത്ര മാത്രം? 300 to 500 milligram per day മാത്രമേ അവര് കഴിക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ അത്രയാണ് അവരുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി അതിന്റെ സോഴ്സ് അബ്സോർപ്ഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്താണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ കാൽഷ്യം മിനറൽ ആയിട്ടുള്ള കാൽഷ്യം കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഇനിയും കുറെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.